ഹലോ. അപ്പോൾ എല്ലാവർക്കും സ്കൂളൊക്കെ അടിച്ചില്ലേ? ഇനി മുതൽ ഞാൻ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂൾ അടിച്ചുകൊണ്ട് തന്നെ ഞാൻ നേരെ മേലോട്ട് കയറി കേട്ടോ. കാരണം മുകളിലല്ലേ നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ. അപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് കയറിയതാണ്. ബട്ട് ഞാൻ കയറി ചെന്ന് വീണത് എംബ്രോയ്ഡറി മേലാണ് കേട്ടോ. അങ്ങനെ 4:30 കയറി ഏകദേശം 6 മണി വരെ ഞാൻ ആ ബാൽക്കണിയിൽ ഇരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം, തെളിവുണ്ട്. ഞാൻ വാച്ചൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ക്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വാച്ചൊക്കെ എടുത്തിട്ടാണ് മേലെ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വാട്ടറും ഗ്ലാസും ഒക്കെ എടുത്തിട്ടാട്ടോ കയറാറ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴെ പോയി കളിക്കേണ്ടി വരില്ലേ? അത് എന്നെക്കൊണ്ട് വയ്യ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണേ. പിന്നെ ഇന്ന് ഞാൻ ഫ്രഞ്ച് നോട്ട് എന്നുള്ള സ്റ്റിച്ച് ഫുള്ള് ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് പറ്റിയില്ല ഗൈസ്. ഞാൻ ആ ലാവൻഡർ പോലത്തെ ഫ്ലവർ മാത്രം ചെയ്തു. ഫ്രഞ്ച് നോട്ടിൻ്റെ ട്യൂട്ടോറിയൽ തരാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത്. ബട്ട് എഡിറ്റാക്കി വന്നപ്പോഴേക്കും കുറച്ചധികം സ്പീഡ് കൂടിപ്പോയി. ഇതൊക്കെ എന്ത്? ഇതിന് മുന്നേ ഞാനിട്ടൊരു ടേബിൾ ടൂറിൻ്റെ വീഡിയോ ഇല്ലേ, അത് കണ്ടവർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ആർക്കും ആ വീഡിയോ നല്ല രീതിക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് അറിയാം. കാരണം അത് നല്ല രീതിക്ക് ഞാൻ വീഡിയോ എടുത്ത് വന്ന് അത് 3 മിനിറ്റ്സിലേക്ക് ഷോർട്ടാക്കിയപ്പോൾ എങ്ങനെ അത് സ്പീഡ് കൂടിയെന്ന് എനിക്കറിയില്ല. ഞാൻ വോയിസ് ഓവർ ചെയ്ത് മടുത്ത്. അത് 5-മത്തെയോ 6-മത്തെയോ ട്രയലിലിട്ടാണ് അങ്ങനെയെങ്കിലും വോയിസ് ഓവർ സെറ്റായി കിട്ടിയത്. എന്തായാലും ഞാൻ ക്ഷീണിച്ചു ഗൈസ്. ഇതും ഞാൻ കുറേ വട്ടമായി വോയിസ് ഓവർ ചെയ്യണു. ട്യൂട്ടോറിയൽ എനിക്ക് പറഞ്ഞു തരാനേ പറ്റുന്നില്ല. ഈ എംബ്രോയ്ഡറി എന്ന് പറയുന്നത് സ്ലിപ്പറി ഹാൻഡ്സ് ഉള്ളവർക്ക് പറ്റിയ പരിപാടിയല്ല. എനിക്കും സ്ലിപ്പറി ഹാൻഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 4-5 പ്രാവശ്യം താഴോട്ടും മേലോട്ടും വലിച്ചാലേ ആ സൂചി അങ്ങോട്ട് വിട്ട് വരുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രഞ്ച് നോട്ട് പറയുന്ന സ്റ്റിച്ചൊക്കെ ഭയങ്കര പണിയാട്ടോ. ഞാൻ 6 മണിക്ക് അതൊക്കെ ചെയ്ത് ഇപ്പോൾ 7 മണി അതിൻ്റെ ഒരു എടുത്തെത്തിയപ്പോഴല്ലേ ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇപ്പോഴും എൻ്റെ കൈ വേദന ആവുന്നുണ്ടടാ. എനിക്ക് നല്ല രീതിക്ക് വേദന ആവുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ അതൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരിക്കാം. കാരണം ഓരോ 10 മാസം കൂടുമ്പോഴാണ് ഞാൻ ഈ ആർട്ട് കിറ്റിൽ ഇത് ചെയ്യാറ്. അതായത് ഇത്രയും ഹാർഡായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യാനിരിക്കാറ്. ഓരോ 10 മാസം കൂടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ വെക്കേഷനിലൊന്നും വേണമെങ്കിൽ ചുരുക്കി പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡിസംബറിൽ മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സിമ്പിളായിട്ടുള്ളത്. പിന്നെ ഗൈസ്, ഈ വീഡിയോയിൽ ഞാൻ പറയുന്നു ഒരു ചെറിയ ലൈഫ് അപ്ഡേറ്റ് വരാനുണ്ട്. എന്താന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ ആ ഒരു ബാൽക്കണി ഏരിയ മുഴുവനായിട്ട് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ആ സാധനം എടുത്തിട്ട് ഞാൻ ലോക്കറിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ടേബിൾ ടൂറിന് കാണിച്ചൊക്കെ തന്നെയാണ്, അതിൻ്റെ അകത്താണ്. അപ്പോൾ അവിടെ ഒന്നും ലൈറ്റ് ഇല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ ഒട്ടും വെളിച്ചമുണ്ടാവില്ല. ജനൽ തുറന്നാലാണ് ഒന്നും കൂടി വെളിച്ചമുണ്ടാവുക. ഇനിയിപ്പോൾ ബാൽക്കണി പോയി അവിടെ ഉള്ളതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇനിയിപ്പോൾ എനിക്ക് താഴെ പോകാം ഗൈസ്. ബൈ.